തിന്മകൾ ഒരു മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാകുന്ന ഗൈറത്ത് എന്നുള്ള പദത്തിന് മലയാളത്തിൽ ആത്മരോഷം എന്നെല്ലാം പറയാം. അതിനെ നശിപ്പിച്ചു കളയും, കെടുത്തി കളയും. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അതിൽ വേറൊരാൾ പങ്കുകാരാകുന്നത്. അത് മനുഷ്യർക്കിടയിൽ അധികം കാണുക ഭർത്താവിന് ഭാര്യയുടെ മേലെയെല്ലാം ഉണ്ടാകുന്നതാണ്. കാരണം തന്റെ ഭാര്യയെ വേറൊരാൾ ആസ്വദിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങൾ അതിനോടുണ്ടാവുന്ന ഗൈറത്ത്, അതാണ് ഗൈറത്ത് എന്ന് മനുഷ്യന്മാരുടെ ഇടയിലുള്ള അർത്ഥം വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഗൈറത്തുണ്ട്. അഥവാ അടിമകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ഹറാമിൽ മുഴുകുന്നു, മ്ലേച്ഛമായ കാര്യങ്ങൾ മുഴുകുന്നു എന്ന് കാണുമ്പോൾ അള്ളാഹുവിന് ഗൈറത്തുണ്ടാവും. അപ്പോൾ ഗൈറത്ത് എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വികാരമാണ്. അപ്പൊ പാപങ്ങൾ ചെയ്യുന്ന ഒരാളിൽ ഗൈറത്ത് നഷ്ടപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അന്നഹാ തുത്ഫിഉ മിനൽ ഖൽബി നാറൽ ഗൈറത്തി അല്ലതി ഹിയ ലിഹയാതിഹി വസലാഹിഹി കൽ ഹറാറത്തിൽ ഗസീസിയത്തി ലിഹയാതി ജമീഇൽ ബദൻ. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ജീവനാണ്. തിന്മകളിൽ മുഴുകുന്ന ആളിൽ നിന്ന് അത് ഇല്ലാതായി പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് മോശപ്പെട്ട സ്വഭാവങ്ങളായിരിക്കും അവനിൽ നിന്നുണ്ടാവുക.